പ്രൈസ് ലോർഡ്. കർത്താവ് ഇനിയും അധികമായിട്ട് നിങ്ങളെ അനുഗ്രഹിക്കും. നമ്മുടെ ജീവിതത്തിൽ ഈ ചില സമയത്ത് ചില കാര്യങ്ങളൊക്കെ ഇങ്ങനെ അൺയൂഷ്വൽ, റെഗുലർ അല്ലാത്ത ചില സംഭവങ്ങളൊക്കെ വരുമ്പോൾ ഇതെന്തുവാ, ഒന്ന് കഴിയുമ്പോൾ മറ്റൊന്ന്, അങ്ങനെ ചിലപ്പം ചിന്തിക്കേണ്ട സാഹചര്യം നമുക്ക് ഉണ്ടായിട്ടുണ്ടാകാം. സങ്കീർത്തനത്തിൽ ഒരു വചനമുണ്ട്, നീതിമാൻ്റെ അനർത്ഥങ്ങൾ അനവധിയാണ്. അനർത്ഥം എന്ന് പറഞ്ഞ് ഒരു കാര്യമല്ല പറഞ്ഞിരിക്കുന്ന, അനർത്ഥങ്ങളാണ്. അത് നീതിമാൻ ഉണ്ടാകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേങ്കിൽ ആ വചനം തീരുന്നത് നീതിമാന് അനർത്ഥങ്ങൾ അസംഖ്യമാണെങ്കിലും അതിലെല്ലാത്തിൽ നിന്നും ദൈവം അവനെ വിടുവിക്കുമെന്ന്. അപ്പം നമുക്ക് ഈ എന്തെങ്കിലും വിഷയം ഉണ്ടാകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മളതിനെ മനസ്സിലാക്കണം. അതായത് ഒന്ന് ഒരു പ്രയാസം, ബുദ്ധിമുട്ട്, അനർത്ഥം എന്നൊക്കെ പറയുന്ന കാര്യം ഉണ്ടെങ്കിൽ അതിൽ നിന്ന് കർത്താവ് വിടുവിക്കും, ഒരു സംശയമില്ല. പിന്നീട് കാര്യം അവിടെ വിടുവിക്കുന്നത് ഒരൊറ്റ കാര്യം കൊണ്ടാണ്, നമ്മുടെ വിശ്വാസം കൊണ്ടാണ്. അവിടെ ഓപ്പറേറ്റ് ചെയ്യുന്നത് കർത്താവ് തന്നെയാണ്. പക്ഷെങ്കിൽ നമ്മളതിന് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്താണെന്ന് വെച്ചാൽ വിശ്വസിക്കുക, അതാണ്. ഹല്ലേലൂയ. അപ്പോൾ അത് കഴിഞ്ഞ് വേറൊരു കാര്യമുണ്ട്, ടെംപ്റ്റേഷൻ. അപ്പോൾ ഈ നമ്മൾ ഏതെങ്കിലും ഒരു നെഗറ്റിവിറ്റി വരാൻ നമുക്കൊരു ടെംപ്റ്റേഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ ഓവർകം ചെയ്യേണ്ടത് അത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. നമ്മളൊരു കാര്യം വന്നു കഴിഞ്ഞാൽ അതിനെ വിവേചിക്കാൻ പറ്റണം. ഞാനത് ചെയ്യുന്നത്, ഞാൻ അങ്ങനെ ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു പ്രവൃത്തി എനിക്ക് അനുഗ്രഹമാണോ, അത് ദൈവഹിതമാണോ, അത് ദൈവത്തിൽ നിന്നുള്ളതാണോ, ഇത്രയും ചിന്തിച്ചാൽ മതി. നമുക്ക് ഏതൊരു കാര്യം നമ്മൾ പറയുന്നതിന് മുമ്പ് ഒരു 3-4 സെക്കൻഡ് നമ്മൾ ഒരു ടൈം എടുത്തിട്ട് പറയുവാണെങ്കിൽ വലിയൊരു ഗുണം ഞാൻ മനസ്സിലാക്കുന്നത്, നമ്മൾ ഈ കളിവാക്ക് പൊട്ടച്ചല് അല്ലെങ്കിൽ നെഗറ്റീവ് ഇതൊന്നും പറയത്തില്ല. അപ്പം നമുക്ക് ടൈം തരാതിരിക്കുക എന്നുള്ളതാണ് ദുഷ്ടൻ ശ്രമിക്കുന്നത്. കാര്യം ഒരു ടെംപ്റ്റേഷൻ്റെ പ്രത്യേകത അതാണ്, ടെംപ്റ്റേഷന് വീണ് പോകാൻ എളുപ്പമാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ 2 രീതിയിൽ, ട്രയൽസ് ആൻഡ് ടെംപ്റ്റേഷൻ, ഇതിന് 2നും മലയാളത്തിൽ മോസ്റ്റ്ലി കൊടുത്തിരിക്കുന്നത് പരീക്ഷയെന്ന് തന്നെയാണ്. 2നും കൊടുത്തിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഒന്ന് പരീക്ഷയും ഒന്ന് പ്രലോഭനവുമാണ്. അപ്പോൾ അതുകൊണ്ട് അതിനെ തിരിച്ചറിയണം. നമ്മൾ ചെയ്യേണ്ടത് എന്താണ്, നമുക്ക് ഒരു വിഷയം വരുമ്പോൾ നമുക്ക് കർത്താവിലുള്ള വിശ്വാസം നമുക്ക് അനുഗ്രഹമായിട്ട് മാറുകയും ഒരു ടെംപ്റ്റേഷൻ വരുമ്പോൾ അവിടെ നമ്മൾ തന്നെയാണ് പ്രവർത്തിക്കേണ്ടത്. അത് നമുക്കറിയാൻ പറ്റും, ഇത് ടെംപ്റ്റേഷനാണ്, ഇതിലോട്ട് ഞാൻ പോകേണ്ട കാര്യമില്ല, പോകുന്നത് നല്ലതല്ല. ഗോഡ് ബ്ലെസ് യു.